عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه فائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഈ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മറ്റു ബന്ധുമിത്രാദികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇന്നിവിടെ ചർവിത ചർവണങ്ങൾക്ക് വിധേയമാക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് മുസ്ലിം ലോകം വേട്ടക്കാരനും ഇരയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലൂടെ വരച്ചു നീട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ നിർത്താം. നാഥൻ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്നിവിടെ ചർവിത ചർവണങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വിഷയത്തെ നമ്മൾ രണ്ട് വേർഡായിട്ട് കൊണ്ട് നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, ഒന്നാമത്തതായി കൊണ്ട് മുസ്ലിം ലോകം വേട്ടക്കാരനും ഇരയും എന്ന് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലോകത്തിൻ്റെ മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന പിന്തിരിപ്പ് നയങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി എന്നുള്ളത് മറ്റു മതക്കാരിൽ നിന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധികൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നോക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന്റെ ഈ വരവ് എന്നുള്ളത് നാം നോക്കുകയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം എന്നുള്ള മതം എന്നുള്ളത് നാം പഠിക്കേണ്ടതുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ 1,24,000 വരുന്ന പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടത് ഒരേ ഒരു തൗഹീദാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ തൗഹീദിന്റെ മന്ത്രധ്വനികൾ. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിക്കൊണ്ട് പല പിന്തിരിപ്പ നയങ്ങളുമായിക്കൊണ്ട് കടന്നുകൂട്ടങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്താണ് ആദ്യമായിക്കൊണ്ട് ബിംബാരാധനകൾ നമ്മുടെ ഈ മതത്തിലേക്ക് കയറി വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു കയറ്റത്തിലൂടെ തുടക്കം കുറിച്ചത് അവിടെ നിന്നാണെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണെന്ന് നഗ്നമായ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ചർവിത ചർവണങ്ങൾക്ക് നാം വിധേയമാക്കുന്ന വിഷയം ഈ കാലഘട്ടത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഫലസ്തീൻ മക്കൾ നേരിടുന്ന ഏകദേശം ഒരു കൊല്ലത്തോടടുക്കുന്ന ഈ പ്രതിസന്ധിയെ നമ്മൾ പിടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാജ്യമായിരുന്ന രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തുള്ള പല രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ഭരണം നടത്തുന്ന സമയത്ത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിലായി വന്നു. അതിനുശേഷം അവിടെ ഇസ്ലാമിക്കിന്റെ റിപ്പബ്ലിക് ഭരണം അവിടെ നിലവിൽ വരികയും അങ്ങനെ ആ ഭരണം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഏകദേശം 19ാം നൂറ്റാണ്ടോളം വരും അങ്ങനത്തിലുള്ള ഭരണങ്ങൾ മുന്നോട്ട് പോയെങ്കിലും 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ സയനിസ്റ്റ്വാദികൾ വരികയും ഫലസ്തീനിലേക്ക് വരികയും അവർ പറയുകയാണ്, അന്നത്തെ മുസ്ലിം റിപ്പബ്ലിക് ഭരിച്ചിരുന്ന ഖലീഫമാരോട് എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് 5000-ഓളം വരുന്ന സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല രാജ്യങ്ങൾ കീഴടക്കാനുള്ള എല്ലാ ഉപഗ്രഹങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം. അത് കാരണത്താൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഈ ഫലസ്തീൻ മണ്ണിൽ കുറച്ച് മണ്ണ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മുസ്ലിമാന്റെ മക്കളായ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തുകൊണ്ട് ഒരു മുസ്ലിമാനെ എത്രത്തോളം കൊണ്ട് എവിടേക്ക് എത്തിക്കണമെന്നുള്ള ചിന്തകൾ കാരണത്താൽ അവർ പറഞ്ഞ ഒരൊറ്റ വാക്കായിരുന്നു, ഞങ്ങൾ തരികയില്ല എന്ന്. അതിനുശേഷം 1948 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ആ സമയത്ത് ഇംഗ്ലണ്ടുകാരും അതുപോലെ തന്നെ അമേരിക്കക്കാരും കൂടി ചേർന്നുകൊണ്ട് ഫലസ്തീൻ മക്കളിൽ നിന്ന് പല സ്ഥലങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രൂപീകരിക്കപ്പെടുത്തുകയാണ്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം പരന്നുപന്തലിച്ചു വന്നിരുന്നത്. ആ സമയത്ത് അവരുണ്ടാക്കിയ നാശനഷ്ടങ്ങളും ഫലസ്തീൻ മുസ്ലിം മക്കളെ ദ്രോഹിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലസ്തീൻ കവികളൊക്കെ എല്ലാം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു നിമിഷം പോലും കണ്ണടക്കാനും അവർക്ക് പേടിയാണ്. ഏത് സമയത്താണ് ബോംബ് വരിക എന്നത് അവർ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാം നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അൽ ആഖിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾ കാണുന്നത്. നാം നോക്കുകയാണെങ്കിൽ ഈ ആയത്തിന്റെ വെളിച്ചത്തിലൂടെ നാം നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തെ നോക്കുകയാണെങ്കിലും അവിടെ മനസ്സിലുണ്ടാകുന്ന ഈമാനിക വെളിച്ചം കാരണത്താൽ അവർ ഇതൊന്നും ഒരു പ്രയാസമായിക്കൊണ്ട് കാണുന്നില്ല. നാം ഫലസ്തീനിലെ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വിശാലമായിക്കൊണ്ടുള്ള യുദ്ധങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ വന്ന് ബോംബ് എറിയുന്നുണ്ടെങ്കിലും അവർക്ക് അതിനുള്ളൊരു പേടിയൊന്നും തോന്നുന്നില്ല എന്നുള്ള രൂപത്തിലാണ് അവിടെ നടക്കുന്നതും അവരവിടെ ഉല്ലസിക്കുന്നതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അടുത്ത് വലിയ പെരുന്നാൾ വന്ന സമയത്ത്
അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവിടെ ഈദ്ഗാഹ് നടത്തിക്കൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നാം നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഒരു അക്രമം എന്നുള്ളത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ബർമ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് മ്യാൻമർ എന്ന് അറിയപ്പെടുന്ന ബർമ എന്ന രാജ്യത്ത് നടന്ന ഒരു അക്രമാസക്തമായ ഒരു പ്രവർത്തനം കാരണത്താൽ അവിടെ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയായിരുന്നു അവര് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് എന്നുള്ളത്. അതിന് നേരെ വിപരീതമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തേക്കും കടന്നു വരുമ്പോൾ നമ്മൾ നോക്കേണ്ടതുള്ളത്. CAC എന്ന് പറയുന്ന CA എന്ന് പറയുന്ന ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ബില്ലുകളും അതുപോലെ പലതും ഇവിടെ കൊണ്ടുവരുന്നത് നാം കാണാൻ സാധിച്ചു. അങ്ങനെ തന്നെയാണ് നാം പഠിക്കേണ്ടത്. എന്താണ് CAC എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അമിത്ഷാ പോലെയുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തലവന്മാരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കൾക്ക് ഇത് ബാധകമല്ല, ക്രിസ്ത്യാനികൾക്ക് ഇത് ബാധകമല്ല, പാഴ്സികൾക്ക് ഇത് ബാധകമല്ല, ഇതിന് ബാധകമാകുന്നത് പിന്നെ എല്ലാ മതങ്ങളെയും അവരിങ്ങനെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവസാനമായിക്കൊണ്ട് ഒരേ ഒരു മതത്തെ മാത്രം അവർ അവശേഷിപ്പിച്ചു. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇന്ന് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണ് വെല്ലുവിളികൾ നേരിടുന്നതെന്ന് കാണാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ മറ്റൊരു വിഷയം എന്നുള്ളത് മുസ്ലിങ്ങൾ തന്നെ ഉള്ളിൽ നിന്ന് കുത്തുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ ഷിയാവാദികൾ അതുപോലെ തന്നെ മുസ്ലിം സുന്നത്ത് ജമാഅത്തിനെയോ അല്ലെങ്കിൽ ജമാഅത്ത് അങ്ങനെയുള്ള അത്തരത്തിലുള്ള പല സംഘടനകളായിക്കൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഉള്ളിൽ തന്നെ കുത്തിക്കൊണ്ട് ദ്രോഹിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നാം നോക്കുകയാണെങ്കിൽ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഓരോ ആളുകൾ ഇറങ്ങിത്തിരിക്കുകയാണ്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ള ഏറ്റവും വലിയ മതങ്ങളിൽ രണ്ടാമതോ മൂന്നാമതോ ഉള്ള ഒരു മതമായിക്കൊണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയിരിക്കുന്ന മതങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സ് മുസ്ലിം അല്ലെങ്കിൽ എക്സ് മതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ അവർ പരിവർത്തനം നടത്തുകയാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടത് മുസ്ലിം നാമധാരികളായ ആരിഫ് ഹുസൈനെ പോലെയുള്ള അല്ലെങ്കിൽ സീരിയസ് ടോക്കറെ പോലെയുള്ള അസ്കർ അലി സീരിയസ് ടോക്കറെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളും പഠിച്ചെടുത്തുകൊണ്ട് അതിനെ മറ്റുള്ള ഈ സാധാരണക്കാരായ ആളുകളെ വഞ്ചിച്ച് അവർക്ക് എന്താണ് ഇസ്ലാം എന്നെ കുറിച്ച് പഠിക്കുന്നതിനെ അവർ തടങ്ങി വിലങ്ങിലിട്ടുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വളർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിക മക്കളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാം നോക്കേണ്ടത് ഇസ്ലാമിന്റെ മക്കളെല്ലാവരും മുസ്ലിങ്ങൾ എല്ലാവരും നോക്കിയ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കാംക്ഷിച്ചുകൊണ്ടാണ് ഈ മതത്തിൽ അടിയുറച്ച് നിവസിക്കുന്നതും അതുപോലെ തന്നെ ഇതിലേക്ക് കാലെടുത്ത് വെക്കുന്നതും. ഒരു കവി പറഞ്ഞതുപോലെ കരയേണ്ട പറയേണ്ട കാലം പോണെന്നോർക്കണം, കബറന്ന മൺമാളിയിൽ ഒരു ചെക്കിംഗ് ഉണ്ടെന്നോർക്കണം. ഈ കവി പാടി നാം മനസ്സിലാക്കേണ്ടത് കബറെന്ന് പറയുന്ന ഈ മൺമാളികള് നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യനും കബറിന്റെ അടുക്കളയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ ചോദ്യങ്ങളും മുൻകറിനെ കീറിനിരുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പാരത്രിക ലോകത്തേക്കുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ മുസ്ലിമാനും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ അതിൽ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് അതിൽ തന്നെ ജീവിക്കാൻ ഇതാക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കപ്പെടുന്നതിന് കാരണം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ കാണുന്ന തെങ്ങ് പോലെ ഒരു ചെരിഞ്ഞ മരമാണ്. ആ മരത്തിലൂടെ ഏത് മനുഷ്യനും ചാടി കയറി മണ്ടാൻ കഴിയും. ആ സംഭവത്തിലാണ് ഈ എല്ലാ മതങ്ങളും അതിലേക്ക് കടന്നു കയറിക്കൊണ്ട് ചെല്ലാം നോക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഈ പവിത്രമായ മതത്തെ ദൂരീകരിച്ചുകൊണ്ട് അതിൽ പർവ്വതീകരിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നതിന് ഇസ്ലാമോഫോബിയ ആക്കിക്കൊണ്ട് മനസ്സുകളിലേക്ക് എല്ലാ തരത്തിലും വിത്തുകൾ പാകിക്കൊണ്ട് ഇസ്ലാമിനെ പേടി സ്വപ്നമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ ഇതിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഒരു പേടി സ്വപ്നമാക്കിക്കൊണ്ടാണ് ഇവിടെ കടന്നുകയറ്റുകൾ കാണാൻ സാധിക്കുന്നത്. നാം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം മതം എത്രത്തോളം പ്രക്ഷോഭിതമായിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇസ്ലാമിലേക്ക് ഓരോ ആളുകളുടെ കടന്നു വരുന്നതാണ്. നാം നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിത്വം ചെയ്തതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഈ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിവക്താക്കളായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.